ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് CSRF അറ്റാക്കാണ്, അല്ലെങ്കിൽ ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി എന്ന അറ്റാക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നതും CSRF ടോക്കൺ എന്നാൽ എന്താണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ CSRF അറ്റാക്ക് എന്ന് പറയുന്നത് ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ SSRFനെ പറ്റി നോക്കിയിരുന്നു. ഇത് അതുപോലെ തന്നെ വരുന്ന ഒരു മറ്റൊരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ്, വളരെ അധികം ഇമ്പാക്റ്റ് ഉള്ള ഒരു അറ്റാക്കാണ് CSRF എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന് നടക്കുന്നത് സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു ഹാക്കർ ഒരു ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു നോർമൽ യൂസറിന് അയച്ചു കൊടുത്തിട്ട് ആ യൂസറിൻ്റെ പക്കലുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ CSRF അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ അറ്റാക്ക് ഒരു 3-4 വർഷം മുന്നേയൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര രീതിയിൽ നടക്കുന്നില്ല. എന്നാലും തീരെ ഇല്ലെന്നല്ല, പക്ഷേ മുമ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ അറ്റാക്ക് അത്ര വലിയ രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ CSRF അറ്റാക്ക് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ സിനാരിയോ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു യൂസറെ എടുക്കാം. ആ യൂസറിന് അയാളുടെ ബാങ്ക് ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ അയാൾക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വേണമല്ലോ. അപ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് വെച്ച് അയാൾ ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിനകത്ത് ഒരു കുക്കി ക്രിയേറ്റ് ആകും, അല്ലെങ്കിൽ ഒരു സെഷൻ ID പോലെ ക്രിയേറ്റ് ആകും. ഈ കുക്കി എന്ന് പറയുന്നത് നമുക്കറിയാം, അയാൾ ലോഗിൻ ചെയ്ത ക്രെഡൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ സേവ് ആയി തന്നെ ഇരിക്കുന്ന ഒരു സ്റ്റോറേജാണ് ഈ കുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുക്കി വഴി നമ്മുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും സേവ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു അറ്റാക്കറെ കൺസിഡർ ചെയ്യാം. ഈ സെയിം സിനാരിയോയിൽ ഒരു അറ്റാക്കർ വരുന്നു. ഈ അറ്റാക്കർ വന്നിട്ട് ഒരു സ്പാം ലിങ്ക് നമ്മുടെ നോർമൽ യൂസറിന് അയച്ചു കൊടുക്കുകയാണ്. ഈ അറ്റാക്കർ അയച്ച ഈ ലിങ്കിനകത്ത് ഒരു കോഡ് അയാൾ ആ യൂസറിന് അറിയാത്ത രീതിയിൽ ഹിഡൻ ആയി വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലിങ്ക് ആരെല്ലാം ക്ലിക്ക് ചെയ്യുന്നോ അയാളുടെ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ കുക്കീസ് റീഡ് ചെയ്തിട്ട് ആ ബാങ്ക് സെർവറിലേക്ക് പോയി ഒതൻറ്റിക്കേറ്റ് ആയിട്ട് ആ ഹാക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആവുന്ന രീതിയിൽ ഒരു കോഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ യൂസർ അല്ലെങ്കിൽ ഏത് യൂസറായാലും അറിയാതെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കോഡ് ബാക്ക് എൻഡിൽ എക്സിക്യൂട്ടായി ഇങ്ങനെ ഒരു മണി ട്രാൻസ്ഫർ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഈ കേസിൽ അറ്റാക്കർ ഇങ്ങനൊരു കോഡ് എഴുതിയിട്ട് നമ്മുടെ ആ പർട്ടിക്കുലർ യൂസറിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂസർ നോക്കുമ്പോൾ ഒരു ലിങ്ക് വരുന്നത് ബാങ്ക് റിലേറ്റഡ് സംതിങ് മെസ്സേജാണ്. അപ്പോൾ അയാൾക്ക് ഈ ഫിഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ അയാളത് ഒന്നും ചിന്തിക്കാതെ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഹാക്കർ എഴുതിയ കോഡ് അനുസരിച്ച് ഒരു സ്പാം റിക്വസ്റ്റ് ബാങ്കിൻ്റെ സെർവറിലേക്ക് പോവുകയാണ്. അപ്പോൾ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന ബാങ്ക് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, കാരണം അയാളുടെ കുക്കീസ് കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയ സെഷനിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വരുന്നത്. കാരണം ആ യൂസർ തന്നെയാണ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അയാളുടെ ബ്രൗസറിൽ അയാളുടെ കുക്കീസും സെഷനും എല്ലാം കാര്യങ്ങളും സേവ്ഡ് ആണ്. ഒരു ഓതൻറ്റിക്കേറ്റഡ് യൂസറിൻ്റെ കയ്യിൽ നിന്നാണ് റിക്വസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ റിക്വസ്റ്റ് ബാങ്ക് സെർവറും പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ആ റിക്വസ്റ്റ് ബാങ്ക് കൂടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ആ ഹാക്കർ ഉദ്ദേശിച്ച കോഡ് ബാക്ക് എൻഡിൽ എക്സിക്യൂട്ട് ആയിട്ട് ആ പർട്ടിക്കുലർ യൂസറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ആ ഹാക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ഇതാണ് ബേസിക്കായിട്ട് CSRF അറ്റാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSRF ടോക്കൺ എന്നൊരു സംഭവം വന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഈ CSRF അറ്റാക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി നമുക്ക് CSRF ടോക്കൺ എന്നാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഇമേജ് ഒന്ന് നോക്കുക. ഇതിലെങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ CSRF ടോക്കൺ ജനറേറ്റ് ആവുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത് നമ്മുടെ യൂസർ ഒരു ടാർഗറ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ടാർഗറ്റ് വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കുക്കി ക്രിയേറ്റ് ആവുന്നു. ആ കുക്കിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെഷൻ ID ഉണ്ട്, ആ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഈ കേസിൽ ഒരു CSRF ടോക്കൺ കൂടെയുണ്ട്. നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത സിനാരിയോയിൽ CSRF ടോക്കൺ ഇല്ലായിരുന്നു, ജസ്റ്റ് സെഷൻ IDയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ കേസിൽ CSRF ടോക്കൺ ഓൾസോ കുക്കിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജനറേറ്റ് ആയ CSRF ടോക്കൺ നമ്മുടെ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ സെർവറിൽ വാലിഡേറ്റ് ആയാൽ മാത്രമേ എന്ത് ആക്ഷനും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സിനാരിയോയിലേക്ക് നമ്മുടെ ഒരു അറ്റാക്കറെ കൺസിഡർ ചെയ്യാം. അറ്റാക്കർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ യൂസറിന് ഒരു സ്പാം ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. ആ സ്പാം ലിങ്ക് യൂസർ അറിയാതെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ യൂസർ ആ വെബ്സൈറ്റിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു മലീഷ്യസ് ആക്ഷൻ ആയിരിക്കും കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു ബാങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സിനാരിയോ ആണെങ്കിൽ അതുപോലെ എന്തെങ്കിലും ടൈപ്പ് ഓഫ്
ഒരു കോഡ് അയാൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ യൂസർ അറിയാതെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ അത് എക്സിക്യൂട്ട് ആവുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ യൂസർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മലീഷ്യസ് ലിങ്കിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. അവിടുന്ന് തിരിച്ച് ആ യൂസറിൻ്റെ ബ്രൗസറിലേക്ക് വന്നിട്ട് വീണ്ടും അത് ആ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ കേസിൽ സെർവറിൽ പോകുമ്പോൾ ആ റിക്വസ്റ്റ് അവിടെ പ്രോസസ്സ് ആവില്ല. കാരണം എന്താണ്, അവിടെ CSRF ടോക്കൺ മിസ്സിങ് എന്ന് വരും, അല്ലെങ്കിൽ CSRF ടോക്കൺ മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഈ കേസിൽ CSRF ടോക്കൺ ഉപയോഗിക്കുമ്പോൾ അവിടെ ഓൾറെഡി ആ യൂസർ ലോഗിൻ ആയപ്പോൾ തന്നെ അവിടെ ഒരു CSRF ടോക്കൺ ജനറേറ്റ് ആയി. അപ്പോൾ ഈ അറ്റാക്കറിന് അവിടെ എന്ത് CSRF ടോക്കണാണ് ജനറേറ്റ് ആയത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ റിക്വസ്റ്റ് സെർവറിലേക്ക് എത്തുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്താണ് CSRF അറ്റാക്ക്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതേപോലെ തന്നെ CSRF ടോക്കൺ എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു പർട്ടിക്കുലർ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 10 days എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ.